ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോമ്പ് നമുക്ക് ഏകദേശം ഇങ്ങനെ തീരാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പറയട്ടെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് പിന്നെ ഇട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്താ വെച്ചാൽ നമ്മളെ ഇൻക്യുബേറ്ററിൽ പിന്നെ കോഴിമുട്ട വിരിയാൻ വെക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കുറേ ആൾക്കാരൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോണത് വെച്ചാൽ നമ്മൾ അന്ന് വെച്ച കോഴി മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ തുടങ്ങിയതാണ് വിരിയൽ. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അത് കാരണം എല്ലാം കൂടി കാണിക്കാനുള്ള സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഫുള്ള് വിരിഞ്ഞിട്ടായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം അല്ലേ. അപ്പം ഞാൻ എന്താ കുട്ടികളെ മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇതേപോലത്തെ പെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് കുറച്ച് തീറ്റയൊക്കെ ഇതിലിട്ടതാണ്. എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഫസ്റ്റത്തെ മക്കൾ അറിയുന്നത് മിനിയാന്ന് രാത്രി വരുന്നത്. അപ്പം അതിന് വിശക്കുകയും വെള്ളത്തിൻ്റെ ആക്കിയൊക്കെ ചെയ്യണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ബോക്സ്. അപ്പോൾ ഇതിൽ കുറേ മുട്ട വിരിയാത്ത കാണുമ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട. അത് 2 സെക്ഷനായിട്ട് ഞാൻ മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിരിയാത്ത കുറച്ച് മുട്ട ഉള്ളത് 4 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് വിരിഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ കാരണം ഈ വിരിഞ്ഞ മുട്ട വെച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ ബാക്കി. അപ്പോൾ ഇതാ നമ്മളെ പെട്ടിയിൽ നമ്മളെ കോഴിക്കുട്ടികളൊക്കെ വിരിഞ്ഞുണ്ട്. ഇനി അത്യാവശ്യം കുറച്ച് വിരിയാനുള്ളതുണ്ട് കേട്ടോ. അതവിടെയൊക്കെ കൊത്ത് ഇങ്ങനെ ഇതാണ്ടോ, ഇങ്ങനെ വിരിഞ്ഞിറങ്ങി വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ പുറത്തിറങ്ങാനായവരാണ്. അപ്പോൾ ഞാൻ ഈ വിരിഞ്ഞ ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റുകയാണ്. കാരണം എല്ലാം കൂടി നമുക്ക് ഇതിൽ സ്ഥലമില്ലല്ലോ. ഇവിടെ വാ നോക്കുക ചെയ്യുന്നു. ഹലോ, അവിടെ വാ. അപ്പോൾ ഗായ്സ്, ഏകദേശം നമ്മൾ വെച്ച മുട്ട ഇനിയൊരു 2 ഡേറ്റ് ഇട്ടിട്ട് വെച്ചതായത് കൊണ്ട് തന്നെ ഇനി ഇതൊക്കെ നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വിരിയാനുള്ളത് കേട്ടോ. അതാ കൊത്തിട്ട് കണ്ടോ, കൊത്തിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ വിരിയാനുള്ളതാണ്. അതേപോലെ ഈ സൈഡിലുള്ളത് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വിരിയാനുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം എന്താ നമുക്കൊരു 10-35ഓളം മക്കൾ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 2 മുട്ട കണ്ടോ ഇതേപോലെ, 2 മുട്ട ഇതേപോലെ ഇത് പൊത്തിട്ട് പുറത്ത് വരാൻ കഴിയാത്ത കോഴിമക്കളാണ് കേട്ടോ. അതായത് അവർക്ക് വിരിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല. രാത്രി കൊണ്ട് നമ്മൾ കാണാത്തല്ല, നമ്മളിത് പൊളിച്ചു കൊടുക്കാനും. ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഒന്നും അതില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് 3 മുട്ട മക്കൾ ചത്തുപോയുണ്ട്, വിരിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത കേട്ടോ. തോടിനുള്ളതെന്ന് വെച്ചപ്പോൾ തോടിന് കട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കണ്ടാൽ നമ്മൾ പൊളിച്ചു കൊടുക്കലാണ്. അപ്പോൾ രാത്രി കൊണ്ട് നമ്മൾ കണ്ടില്ലല്ലോ, ഉറങ്ങിപ്പോയതെന്നല്ലേ. അതുകൊണ്ട് ഇതാ 10-35 കോഴിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇനി അത്യാവശ്യം കോഴികൾ വിരിയാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുട്ടികളാണ്, നല്ല സൂപ്പറായിട്ടുള്ള. അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് വിരിഞ്ഞവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വിശക്കുന്നുണ്ടാവും. കാരണം ഒരു ദിവസം ആദ്യം വിരിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കേണ്ടി വരും, വിശക്കുണ്ടാവും. തുടല്ല ചീച്ചിയാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും അഭിപ്രായം പറയാം. തുടല്ലേ വാവാ, തുടല്ലേ ചീച്ചി കേട്ടോ.
അപ്പോൾ ഇന്ന് നമുക്ക് ഇനിയിപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണം. കാരണം ഇപ്പോൾ വരെ ഞാൻ കൂട്ടിലേക്ക് മാറ്റൂല. കാരണം നമുക്ക് കൂട്ടിൽ വേറെയും കോഴികളുള്ളതുകൊണ്ട് സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം നമ്മൾ ഇതില്ല വെക്കുക. അപ്പോൾ ചൂട് കൊടുത്തിട്ട് ഇതിലിടും. അതിന് ശേഷമാണ് നമ്മൾ കൂട്ടിലേക്ക് മാറ്റുക. കാരണം മറ്റ് കൂട്ടിലുള്ള കോഴിക്കുട്ടികൾ വരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മേലെ തന്നെ വന്ന് കിടക്കുക. അപ്പോൾ ചത്തു പോവും. അതുകൊണ്ട് നമ്മളിവർ ഇന്നൊക്കെ ഇതിലാണ് കേട്ടോ സെറ്റ് ആക്കണം. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ വലയൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കിയാണ്. എന്താ വെച്ചാൽ ഇവിടെ കാക്കച്ചൊക്കെ ഇതിലിങ്ങനെ അകത്തേക്ക് വരും. കാരണം നമ്മളിവിടെ പണിയൊന്നും കഴിയാത്തതുകൊണ്ടേ. അപ്പോൾ കൊത്തിക്കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ ഇട്ട് കൊടുത്താണ് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം അല്ല 2-3 ദിവസം ഇതിലാണ് ഉണ്ടാവുക. കാരണം ഇതിൽ നമുക്ക് പുറത്തേക്ക് മാറ്റാൻ പറ്റില്ല. മറ്റൊരു കൂടി ഇരിക്കുമ്പോൾ ചത്തു പോകും. ഇത് കാണണോ? അപ്പം വീഡിയോ എല്ലാവരും കണ്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് എഴുതി അറിയിക്കുക. പോണോ ആർക്കെങ്കിലും നാടൻ കോഴീനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കട്ടോ, നമ്മളെത്തിച്ചു തരും. അപ്പോൾ എന്താ പറയുക, അതെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ അറിയിക്കട്ടോ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.